ഒരു പ്രതിസന്ധികൾ നിങ്ങൾ ഭയപ്പെടേണ്ട. ഇതൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിന് പ്രത്യേകതയാണ്. കർത്താവിൻ്റെ വീണ്ടും വരവ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഇതുപോലെയുള്ള പലതും സംഭവിക്കും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രതിസന്ധികൾ ലോകത്തിലുണ്ടാകും. ലോകത്തിന് ഇനി പഴയതുപോലെ ഒരിക്കലും പോകാൻ പറ്റത്തില്ല. പകർച്ചവ്യാധികളും പ്രകൃതിക്ഷോഭങ്ങളും അതുപോലെ ആഭ്യന്തരമായ കലഹങ്ങളും അസ്വസ്ഥതകളും വിട്ടുമാറാത്ത പല വിധത്തിലുള്ള പ്രതികൂലങ്ങളും എല്ലാ ലോകത്തിൽ ആഞ്ഞടിക്കും. മഹാമാരികളാകാം, പകർച്ചവ്യാധി, ഇതൊക്കെ പല വിധത്തിലും കടന്നു വരും. ഇതൊന്നും അവിചാരിതങ്ങളല്ല. കർത്താവ് പറഞ്ഞു, സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥനയിൽ അതീവ ജാഗ്രതയുള്ളവരാകണം. കൂടുതൽ കരുത്തോടെ പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പറഞ്ഞില്ല, യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 33-ാം വചനത്തിൽ എന്താണ് കർത്താവ് പഠിപ്പിച്ചത്? എന്താ കർത്താവ് പറഞ്ഞത്? ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, ഈ ഞെരുക്കങ്ങളെല്ലാം അതിജീവിച്ച് അതിനെ ചവിട്ടിമതിച്ച് മുന്നേറുവാനുള്ള ആത്മശക്തി, നിന്നിലുള്ള അഭിഷേകം നിനക്ക് പ്രദാനം ചെയ്യും. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ശുശ്രൂഷ ജീവിതത്തിലൊക്കെ വ്യക്തിപരമായിട്ടൊക്കെ ഒരുപാട് കൊടിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ശക്യന ന്യൂസ്, ഈ മാധ്യമ ശുശ്രൂഷ, ഈ മഹാമാരിയുടെ പകർച്ചവ്യാധിയുടെ നാളുകളിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഒരുപാട് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിലുള്ള 100 പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊന്നും നമ്മൾ ഒറ്റയ്ക്കല്ല. കൂടെ ഈ മിഷൻ നമ്മളെ ഏൽപ്പിച്ച, ഈ ദൗത്യത്തിനായി നമ്മളെ പ്രാപ്തമാക്കിയ, ഈ ശുശ്രൂഷയിലേക്ക് നമ്മളെ വിളിച്ചിറക്കി കൊണ്ടുവന്ന പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ സാമ്പത്തികമായ പ്രശ്നങ്ങളാകാം, വിട്ടുമാറാത്ത രോഗങ്ങളാകാം, മാനസികമായ ക്ലേശങ്ങളാകാം, തെറ്റിദ്ധാരണകളാകാം, പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രതികൂലങ്ങളുമാകാം. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഇതിന്റെ നടുവിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മളെ വിളിച്ച, നമ്മെ തെരഞ്ഞെടുത്ത, നമുക്ക് നിയോഗം തന്ന പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജീസസ്, 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 ജീസസ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. ഞാനല്ല പ്രവർത്തിക്കുന്നത്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്.